പാലക്കാട് ജംഗ്ഷനിൽ പോയിട്ട് മട്ടം മലക്കണം ആദ്യം കയ്യും കാര്യം വന്നിരിക്കുകയാണ്. എന്റെ പാലക്കാടിന് എന്റെ ചക്കര ഉമ്മ ആരുമില്ല, ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ട് ഞാനായിരുന്നു. വാനയും മേളവും ജയറാമും ഉണ്ടെങ്കിൽ പൂരമായി എന്നാണ് പാലക്കാട്. കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടു വളർന്നതാണ് ഇവിടുത്തെ വടക്കന്തറ വേല. എന്റെ പാലക്കാടിന് നമസ്കാരം. ഇതിന് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലേക്ക് ഒന്നും മാറാൻ വേണ്ടിയിട്ടു. നമസ്കാരം. ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. പിന്നെ നിറഞ്ഞ കൈയടി. പാലക്കാടിന്റെ ഏറ്റവും പ്രിയങ്കനായ ഏറ്റവും സ്നേഹം നൽകുന്ന പാലക്കാടിന്റെ സ്വന്തമാണ് നമ്മുടെ ജയറാമേട്ടൻ. അപ്പോ പ്രത്യേകിച്ച് പാലക്കാടുകാർക്ക് ജയറാമേട്ടനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അല്ലേ? ജയറാമേട്ടനും നിങ്ങള് എത്രത്തോളം സ്നേഹിക്കുന്നോ അതിന്റെ ഇരട്ടി തിരിച്ചങ്ങോട്ടുണ്ട്. എന്റെ പാലക്കാടിന് നമസ്കാരം. എനിക്കിത് മനസ്സിൽ തൊട്ടുകൊണ്ട് പറയാൻ സാധിക്കും. കാരണം ഞാൻ ജനിച്ചത് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ്. ഈ പാലക്കാടിൻ്റെ മണ്ണിലാണ്. ഈ പാലക്കാടിൻ്റെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടവരമ്പുകളിലാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ അച്ഛൻ്റെ ജന്മനാടാണ് പാലക്കാട്. എല്ലാ അവധിക്കാലത്തും ഏപ്രിൽ മെയ് മാസങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ്. എനിക്ക് ആനയോടുള്ള സ്നേഹം, ചെണ്ടയോടുള്ള സ്നേഹം, മേളക്കാരോടുള്ള സ്നേഹം എല്ലാം തുടങ്ങുന്നത് ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്നാണ്. കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടു വളർന്നതാണ് ഇവിടുത്തെ വടക്കന്തറ വേല. അന്ന് വരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേളക്കാര്, കേരളത്തിലെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ഗജവീരന്മാരും എല്ലാം അണിനിരക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലെ ഓരോ പാടവരമ്പുകളും
ഒന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അങ്ങനെ ഈ പാലക്കാടിലുള്ള സ്നേഹം പിന്നീട് ഒരുപാട് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ പാലക്കാടും ഒറ്റപ്പാലത്തും അഭിനയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഞാനായിരിക്കും. വേറെ ആരുമല്ല, ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനായിരിക്കും. അതിനുശേഷം ദൈവം എനിക്ക് ഒന്നുകൂടി കൊണ്ടുതന്നു. എനിക്കൊരു മകനെ, എൻ്റെ മരുമകനെ പാലക്കാട് തന്നു. ഒരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഈ ചെറിയ ചിന്നം ഭിന്നം മഴയിലും പിരിഞ്ഞു പോകാതെ ഇവിടെ നിൽക്കുന്ന എൻ്റെ അമ്മമാരോടും കുഞ്ഞ് അനുജത്തിമാരോടും അനുജന്മാരോടും എല്ലാം ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ചങ്ങനോടി കുറച്ച് ഡ്രസ്സ്, കുറെ കുഞ്ഞുങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരു സ്ത്രീകൾക്കും പറ്റുന്ന ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കടയിലുണ്ടായിരുന്ന മൊത്തം വസ്ത്രങ്ങളും ഒരു വണ്ടിയിലാക്കി ആ കടയടച്ച് അങ്ങനെ എനിക്ക് കൊടുത്തയച്ച ആളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഒരു മനസ്സെന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും എന്നെ വിളിക്കാറുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ എത്താറുണ്ട്. എന്തായാലും ഈ പാലക്കാടിന്റെ മണ്ണിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ സ്വയംവരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങയുടെ മനസ്സ് പോലെ തന്നെ തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ ചന്ദ്രകുടി. വളരെ സന്തോഷം. കുറെ കുഞ്ഞുങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരു സ്ത്രീകൾക്കും പറ്റുന്ന ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കടയിലുണ്ടായിരുന്ന മൊത്തം വസ്ത്രങ്ങളും ഒരു വണ്ടിയിലാക്കി ആ കടയടച്ച് അങ്ങനെ എനിക്ക് കൊടുത്തയച്ച ആളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഒരു മനസ്സെന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും എന്നെ വിളിക്കാറുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ എത്താറുണ്ട്. എന്തായാലും ഈ പാലക്കാടിന്റെ മണ്ണിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ സ്വയംവരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങയുടെ മനസ്സ് പോലെ തന്നെ തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ ചന്ദ്രകുടി. വളരെ സന്തോഷം. എൻ്റെ പാലക്കാടിന് എൻ്റെ ചക്കര ഉമ്മ. ഞാൻ സ്വയംവരയ്ക്ക് അകത്ത് പോയി വിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അമ്മമാരും സ്ത്രീകളും മറ്റെല്ലാവരും ജയറാമേട്ട എന്ന് പറഞ്ഞ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി ഒന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നതോടുകൂടി ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് ഇല്ലാണ്ടായി. എല്ലാ സ്ത്രീകളും അങ്ങോട്ടേക്ക് ഓടി. സാധാരണ ഈ ഉദ്ഘാടനത്തിനൊക്കെ മഴ പെയ്ത് നമ്മളെല്ലാം മാറും അല്ലേ? പക്ഷെ മഴ പെയ്താൽ മാറാത്തത് വേലയും പൂരമൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പൊ ആനയും മേളവും ജയറാമും ഉണ്ടെങ്കിൽ പൂരമായി എന്നാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം ഒരുക്കി തന്ന സ്വയംവര സിൽസിന് ഏറെ സ്നേഹാശംസകൾ. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് അടിയല്ലേ? അപ്പൊ നമ്മുടെ ആദരം, പാലക്കാടിന്റെ ആദരം, നമ്മുടെ സ്നേഹം ജയറാമേട്ടൻ നമുക്ക് തന്ന ചക്കര ഉമ്മ നമ്മൾ തിരിച്ച് പാലക്കാടിന് വേണ്ടിയിട്ട് തിരിച്ച് ജയറാമേട്ടൻ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പാലക്കാടിന്റെ പ്രിയപ്പെട്ട ജയറാമേട്ടന്റെ സ്നേഹാശംസകൾ. അവര് സൈഡിൽ നിന്ന് ചോദിക്കും, എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജയറാം, വന്നിട്ട് കുറച്ച് കാലായി ജയറാമേട്ട, കഴിഞ്ഞ വാരയ്ക്ക് കൂടി നാട്ടിൽ പോയതാണ്. അവിടെ പോയിട്ടാണ് സുൽത്താൻ ബാത്ത ജംഗ്ഷനിൽ പോയിട്ട് മട്ടം മലക്കനെ മറഞ്ഞുകൊണ്ട് കയ്യും കാലും വന്നിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ പാലക്കാടായി മാറും. അതാണ് പാലക്കാട്, അതാണ് പാലക്കാട്ടുകാരുടെ സ്നേഹം, അതാണ് പാലക്കാടിൻ്റെ സ്വീറ്റ്നെസ്. താങ്ക് യു സോ മച്ച്.